ഹലോ ഗായ്സ്, ഇന്ന് കുറച്ച് കുറ്റിപ്പയർ നടാനുള്ള പ്ലാനാണേ. വിത്തൊക്കെ നമ്മൾ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പയർ നടാനായിട്ട് നമ്മൾ മണ്ണൊക്കെ ഇതുപോലെ കിളച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മണ്ണ് കിളയ്ക്കുന്നതിനിടയിൽ ഇവിടെ വേറൊരാൾ വന്നിട്ടുണ്ടേ. അവന് സാധാരണ ഇതുപോലെ മണ്ണ് ഇളക്കി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ആരോ ഒരാൾ കിളച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ അതിൻ്റെ അകത്ത് സുഖമായിട്ട് കയറി കിടക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കുറച്ച് മുളകിൻ്റെ തൈയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊക്കെ ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പയർ നടാനായിട്ട് കിളച്ച മണ്ണിലോട്ട് നമ്മൾ ചാണകവും ചാരവും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള വളം കിട്ടുന്നത്. അതിനുശേഷം അതിൻ്റെ മണ്ടയിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ രണ്ട് വെച്ച് പയറിൻ്റെ വിത്ത് നട്ട് കൊടുക്കുവാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ചീനിക്കിഴങ്ങ് നട്ടുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ദാ ഇതുപോലെ കിളിർത്ത് വന്നിട്ടുണ്ടേ. ഇവിടെ ഒരാൾ ആ സമയം കൊണ്ട് ഉറക്കമായിട്ടുണ്ട് മണ്ണിൽ കിടന്നിട്ട്. കുറച്ച് ചീനിക്കിഴങ്ങ് ഇതുപോലെ കിളിർത്ത് വന്നെങ്കിലും വേറെ കുറച്ച് ചീനിക്കിഴങ്ങാണെങ്കിൽ ഇതാ ഇതുപോലെ എന്തുണ്ടൊക്കെയോ കടിച്ച് കളഞ്ഞിട്ടുണ്ട്. പെരിച്ചാഴിയോ പന്നിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മത്തൻ്റെ വിത്തും അതിനോടൊപ്പം നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ചിലത് കിളിർത്തെങ്കിലും ചിലത് വേണ്ട അതിൻ്റെ വിത്തും എന്തോ തിന്ന് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് പാഷൻ ഫ്രൂട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്ത് നടാനായിട്ട്. അപ്പോൾ അതും ഇന്ന് നട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തക്കാളിയുടെ കൃഷി ഉണ്ടായിരുന്നേ. അപ്പം തക്കാളിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. എല്ലാം എന്തോ ഒരു വെള്ള തരി പോലെ ഒരു സാധനം വന്നിട്ട് പിന്നെ ചെടി മൊത്തം ഇതുപോലെ വാടിക്കരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഇതിൽ കായ ഉണ്ടായാലും തന്നെ വലിയ വലിപ്പമൊന്നും വെക്കാറില്ല. അപ്പം നമ്മളിനിയിപ്പോൾ ഈ തക്കാളി ചെടി മൊത്തം പറിച്ച് കളഞ്ഞിട്ട് വേറെ പുതുതായിട്ട് എന്തെങ്കിലും നട്ട് വിടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലെ തക്കാളിയൊക്കെ ഇതാ ഇതുപോലെ പറിച്ചെടുക്കുന്നുണ്ട്. ഈ ചെടികളിലൊന്നും തന്നെ നമുക്ക് കാര്യമായിട്ട് ഒരു വിളവും കിട്ടിയില്ല കേട്ടോ. നന്നായിട്ട് വളർന്നു വന്ന ചെടികളാണേലും ഈ ഒരു അസുഖം ബാധിച്ച് പിന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി ഈ ബക്കറ്റുകളിലൊക്കെ എന്തെങ്കിലും ഇതുപോലെ കുറച്ചുകൂടെ ചീരയോ വഴുതനങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുവിടാം എന്നാണ് വിചാരിക്കുന്നത്.